പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. മറ്റുള്ളവർക്കായിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് മാലിന്യ പ്രശ്നങ്ങളും വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ റോഡിലിറങ്ങിയാൽ തന്നെ വളരെയേറെ അലക്ഷ്യമായിട്ട് മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ആൾക്കാരുണ്ട്. ഒരു ഉത്തരവാദിത്വമില്ലാതെ മാലിന്യം വീടുകളിൽ കത്തിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളയിടത്ത് കൊണ്ടുവന്ന് കളയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വരും തലമുറ, നിങ്ങളുടെ മക്കളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഉത്തരവാദിത്വമില്ലാതുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ മാലിന്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മാലിന്യം ശേഖരിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 100% തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എങ്കിൽ പോലും ഒരു പരിധിവരെ മാലിന്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ അതുവഴി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇങ്ങനെ മാലിന്യം അലക്ഷ്യമായിട്ട് ഉപേക്ഷിക്കുന്നവർക്കെതിരെയും അലക്ഷ്യമായിട്ട് കത്തിക്കുന്നവർക്കെതിരെയൊക്കെ നടപടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടാലാണ് അവർക്ക് ഈ നടപടികൾ എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാട്സപ്പ് വഴി ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തുകൊണ്ട് അതിലേക്ക് അയച്ചു കൊടുക്കുന്നവർക്കൊക്കെ തന്നെ ഈ പിഴയുടെ നിശ്ചിത ശതമാനം തുക അവർക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് 4/3, ഇപ്പം ഒരു 1000 രൂപയാണെങ്കിൽ 250 രൂപയാണ് ഈ ആളിന് ലഭിക്കുന്നത്. അത് തന്നെയല്ല, ഒരു എത്ര രൂപ ശിക്ഷിച്ചാലും ഇങ്ങനെ പരാതി നൽകുന്നവർക്ക് ലഭിക്കുന്ന തുക ഒരു പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ നൽകാൻ പാടില്ല. അതായത് 2500 രൂപ വരെ മാത്രമായിരുന്നു. ഇപ്പോൾ 1 ലക്ഷം പിടിച്ചാലും 2 ലക്ഷം പിഴ കൊടുത്താലും എത്ര കൊടുത്താലും പരമാവധി 2500 രൂപ വരെ മാത്രമേ കൊടുക്കുകയുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് മാലിന്യം വലിച്ചെറിയുന്നതിനെ സംബന്ധിച്ച് തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ള പാരിതോഷികം ചുമത്തുന്ന പിഴത്തുകയുടെ 4/1 വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു പിഴ വരുന്ന ഒരു സംഭവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ ലഭിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ പിഴയാണെങ്കിൽ 2,500 രൂപ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ 1000 രൂപയുടെ പിഴയാണെങ്കിൽ 250 രൂപ നിങ്ങൾക്ക് ലഭിക്കും. 100 രൂപയുടെ പിഴയാണെങ്കിൽ 25 രൂപ ലഭിക്കും. അപ്പോൾ അങ്ങനെ 4/1 ഇപ്പോൾ പരിമിതപ്പെടുത്തി. നേരത്തെ ഈ പാരിതോഷികം വെറും 2,500 രൂപയായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ തീരുമാനം മാറ്റിയിരിക്കുന്നത്. ഇതോടെ ഗുരുതരമായ കുറ്റകൃത്യം തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഉയർന്ന പാരിതോഷികം ലഭിക്കാനുള്ള സാഹചര്യമൊരുങ്ങും. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നടപടിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. മാലിന്യം വലിച്ചെറിയുന്നത് പൊതുജനങ്ങൾക്ക് തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വാട്സപ്പ് നമ്പറുണ്ട്. ആ നമ്പർ ഇതാണ്: 94 46 70 08 00. വീഡിയോയിൽ വ്യക്തമായിട്ട് ഈ നമ്പർ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതിയെടുത്തിട്ട് സേവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് സമയത്തും ഇത് ഉപകാരപ്പെടും. കാരണം നമ്മൾ സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ പൈസ ലഭിക്കാതെ തന്നെ നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം ചെയ്യേണ്ടതാണ്. എങ്കിലും ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഈ ഒരു തുക ലഭിക്കുമ്പോൾ അത് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സർക്കാരിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. കാരണം മറ്റുള്ള ഒരാളിനോടൊരു ശത്രുതയുടെ പേരിൽ അല്ല, നിയമപരമായിട്ട് ന്യായമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ 8674 പരാതികളാണ് വാട്സപ്പ് വഴി ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കൃത്യമായ വിവരങ്ങൾ സഹിതം ലഭിച്ച 5361 പരാതികൾ സ്വീകരിച്ചു. ഇതിൽ 4525 കേസുകളിലും മാലിന്യം നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയുന്ന നാട്ടുകാരുടെ മാത്രം പ്രശ്നങ്ങളല്ല, ഇപ്പം ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. മാലിന്യം വലിച്ചെറിയുന്നവരുടെ വിശദാംശങ്ങളും തെളിവുകളും ഉൾപ്പെടെ ലഭിച്ച 439 കേസുകളിൽ കുറ്റക്കാർക്ക് 33.5 ലക്ഷം രൂപ പിഴ ചുമത്തുകയും 31 പേർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതികരണം കൂടി പരിഗണിച്ചാണ് പാരിതോഷികത്തിൻ്റെ പരിധി എടുത്തു കളഞ്ഞത്.
പിഴത്തുക വർദ്ധിപ്പിക്കുന്ന കാര്യവും സർക്കാരിൻ്റെ പരിഗണനയിലാണ്. തെളിവുകളോടെ വിവരം നൽകുന്ന എല്ലാവർക്കും പാരിതോഷികം ലഭിക്കുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾ, NSS വളണ്ടിയർമാർ, SPC കേഡറ്റുകൾ, കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ വിഭാഗത്തെയും ഈ നിരീക്ഷണ സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. പരാതികൾ കൃത്യമായി നിരീക്ഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പ്രത്യേക കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പരമാവധി പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കാൻ എല്ലാ ആൾക്കാരും ശ്രമിക്കുക. പല അടുക്കളകളും പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രങ്ങളായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. കേരളത്തിലെ വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഈ പ്രധാന പങ്ക് പ്ലാസ്റ്റിക് കവറുകൾക്കുണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗശേഷം അടുക്കളയിലെ തീയിലേക്ക് തന്നെ ഇടുന്ന ഒരു രീതി പല വീട്ടമ്മമാർക്കും ഉണ്ട്. അത് ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തോടുള്ള ഒരു വലിയൊരു ദ്രോഹമാണ്. അതായത് നിങ്ങൾക്ക് മാത്രമല്ല, ആ പ്ലാസ്റ്റിക് കത്തുന്നതിൽ നിന്ന് നിങ്ങളുടെ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക്, കുഞ്ഞുങ്ങൾക്കുൾപ്പെടെയുള്ള അതിൻ്റെ ദോഷങ്ങളുണ്ടാകും. അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് പറയാനുള്ളത്. അപ്പോൾ ഈ വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുന്ന കുറ്റകൃത്യങ്ങൾ കൃത്യമായിട്ട് രേഖകൾ സഹിതം വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴി ലൊക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഷെയർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പം പരമാവധി ഇത് ഉപയോഗിക്കുക. നമ്മുടെ ഈ ഭൂമി, നമുക്കായിട്ട് ലഭിച്ച ഈ മനോഹരമായ ഭൂമി മറ്റുള്ളവർക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം വരും തലമുറയ്ക്ക് അതേ ഭംഗിയോടുകൂടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭംഗിയായിട്ട് കൈമാറേണ്ട ഉത്തരവാദിത്വവും നമ്മൾക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി എല്ലാവരും ഇത് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഓർത്തിരിക്കുക, പരമാവധി പ്ലാസ്റ്റിക്കും മറ്റ് കാര്യങ്ങളൊന്നും വാരി വരിച്ച് ഉത്തരവാദിത്വമില്ലാതെ കത്തിക്കുന്ന നടപടി അവസാനിപ്പിക്കുക.